നമ്മുടെ കോളേജിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെയിം നമ്മുടെ വണ്ടിയുടെ അതേ കണ്ടീഷനിലേക്കാണ് വന്നിരിക്കുന്നത്. കർണാടക വണ്ടി. ഇതിൻ്റെ പഴയ വീഡിയോ ഞാൻ മുകളിൽ ടോപ്പിലിട്ട് തരാം. അപ്പോൾ അറിയും ഈ വണ്ടി വന്ന കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയും ലേറ്റ് ആകുന്നുണ്ട്. ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റാണ് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുന്നത്. എല്ലാ വർക്കും കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റേതായൊരു സമയം നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റിയിൽ കാണിക്കാൻ പറ്റാത്തൊരു വ്യത്യാസം വരുന്നുണ്ട് നമുക്ക്. ഇതിലിപ്പോൾ ലൈറ്റ് ഫ്രണ്ട് ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സെയിം നമ്മുടെ വണ്ടിയുടെ അതേ സിറ്റുവേഷനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ബാർ ലൈറ്റ് ആണെങ്കിലും ശരി, ഫ്ലാഷ് LED ആണെങ്കിലും ശരി, ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ DRL എല്ലാം നമുക്ക് DRL മാത്രം റണ്ണിങ് ലൈറ്റ് മാത്രം ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ കൊടുക്കാതിരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ലീക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെള്ളം കയറും. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്ത. കസ്റ്റമറും ഇതുപോലെ ചെയ്താൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാം സെയിം നമ്മുടെ അതേ വണ്ടിയുടെ ഒരു ടേസ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കസ്റ്റമർ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ടേസ്റ്റ് അതേപോലെ തന്നെ ഇതിനകത്ത് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ലെവലിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളും മൈന്യൂട്ടായി ചെക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ വന്നിട്ട് 2 ദിവസമായി. 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആള് വണ്ടി കാണാൻ വേണ്ടി വന്നാണ്. പിന്നെ അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൂടെ നിന്ന് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ സാധനവും ഇതിനകത്ത് ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സും OE പാർട്സ് തന്നെ ഇട്ടിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നമ്മൾ ലുമാക്സിൻ്റെ ആണ് കയറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ, ബാക്ക് ലൈറ്റ് കാര്യങ്ങൾ ഏതാണെന്നുണ്ടെങ്കിലും IGL എന്ന് പറയുന്ന കമ്പനി. IGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ബ്രാൻഡിൽ വരുന്നതാണ് IGL. അപ്പോൾ ആ ഒരു മാക്ക് തന്നെയാണ് നമ്മൾ എല്ലാ വണ്ടിയിലും എല്ലാ വണ്ടിയിലും അങ്ങനെ തന്നെ ചെയ്യുന്ന. ഇതിലും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ മാക്കിൽ നമ്മൾ അലോയ് വീൽ കൊടുത്തിരിക്കുന്നത് അതിൽ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രൈറ്റ് ആയിരിക്കും, ഇത് സൈഡ് സ്പോക്ക് ആയിരിക്കും. പക്ഷേ ഇത് ഓടിക്കുമ്പോൾ റിവേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് അറിയാനും പറ്റും. പിന്നെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഹൈലക്സിൻ്റെ മിറർ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം എത്തിയിട്ടില്ല. അപ്പോൾ കസ്റ്റമർക്ക് ഇപ്പോൾ തൽക്കാലം നമ്മൾ ബൊലേറോയുടെ മിറർ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതേ സെയിം എന്താണോ ആ ഒരു ലെവലിലേക്ക് തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ സൈഡ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് TRD സ്റ്റിക്കർ ആ ഒരു സ്റ്റൈലിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ അതേ സ്റ്റൈലിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട്. RS എല്ലാം ബേസ് മോഡൽ FS ആണ് വണ്ടി. FS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് RSൻ്റെ പവർ വിൻഡോ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ നോർമൽ പവർ വിൻഡോ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പീക്കർ സിസ്റ്റം എല്ലാം ആൽഫേൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ കയറ്റുമ്പോഴും ഓരോ അപ്ഡേഷൻ കൊണ്ടുവരുന്ന കുറച്ചുകൂടെ കൂടുതൽ വരുന്നുണ്ട്. JBLനേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റും ആൽഫേനാണ് കുറച്ച് കൂടുതൽ. അപ്പോൾ അത് തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് 2 കോമ്പണൻറ്റും ബാക്ക് ട്യൂട്ടറും സ്പീക്കർ വരുന്ന പോലെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഇത് നമ്മൾ കോമ്പണൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആമ്പ് വഴിയല്ല കൊടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആമ്പ് വഴി കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു പവറപ്പ് ഒരു ആൻഡ്രോയിഡ് എന്താ പറയുക, ആമ്പ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട് G-Sonic-ൻ്റെ. അതാണ് ഇതിനകത്ത് കയറ്റിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പവർ പക്കയായിട്ട് കിട്ടും. ഇല്ലാതെ നമ്മൾ നോർമലായിട്ട് ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 വോളിയൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം കേൾക്കാവുന്ന പോലെ ആവുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വോളിയം വെക്കുമ്പോഴത്തേക്കും പക്കയായിട്ട് നമുക്ക് കേൾക്കാനും നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ ഡാഷ്ബോർഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്വിഫ്റ്റിൻ്റെ നമ്മൾ ടോപ്പ് ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. അത് ഓട്ടോ ഹോൾഡാണ്. നമുക്ക് എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങുന്ന പോലെ. അതുപോലെ നമ്മൾ ഒരു മിറർ ക്യാമറ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വ്യൂ വരുന്നത് പോലെ മിറർ ക്യാമറ വെച്ചിട്ടുണ്ട്. അത് ഫുൾ ടൈം റെക്കോർഡിങ് വരുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നോവയുടെ എപ്പോഴും ചെയ്യുന്ന പോലെ ഇന്നോവയുടെ സെൻട്രൽ കൺസോൾ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ആംബ്രസ്റ്റും അതിന് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ നോബ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ കസ്റ്റമർ റിക്വസ്റ്റ് ആണത്. നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നോർമൽ ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യം കൊണ്ട് നമ്മളത് അതും കൊടുത്ത് 2 കൊടുത്തിട്ടുണ്ട്. മാറ്റി മറിച്ചും ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. പിന്നെ നേരത്തെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്ക് സീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതും ഫ്രണ്ട് സീറ്റ് നമുക്ക് ഫുൾ ലൈനായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ട് നല്ല കുഷനും കൊടുത്ത് നല്ല രീതിക്ക് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പോട്ടി ലുക്ക് പോലെ ബട്ടർഫ്ലൈ സീറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ലെവലിലേക്ക് തന്നെ നമ്മൾ ഡോർ പാഡും കൊണ്ടുവന്നിട്ടുണ്ട്. ഡോർ പാഡ് നോർമൽ ഡോർ പാഡല്ല, നമ്മൾ വുഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നല്ല തിക്നെസ് ഉണ്ടാവും. അതുപോലെ ലൈഫ് ലോങ് കിടക്കും. ഇതുപോലുള്ള സ്പീക്കർ സിസ്റ്റങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്താലേ ആ ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ. സാധാ നോർമൽ പാഡിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് ബക്കറ്റ് സീറ്റ് തന്നെയാണ്. ഫ്രണ്ടും ബാക്കൊക്കെ ബക്കറ്റ് സീറ്റ് തന്നെയാണ്. ഇതിലൊരു കപ്പ് ഹോൾഡർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റിൽ തന്നെ വരും. അത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ വെക്കാം. സെൻട്രൽ കൂടെ ആൾക്കാർക്ക് നടന്നും പോകാം. നീറ്റായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ബാക്കിലേക്കും പവർ വിൻഡോ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് സിസ്റ്റവും ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ AC ചെയ്തിട്ടുണ്ട്. അതും ഒറിജിനലല്ല, നമ്മൾ ഔട്ടർ മാർക്കറ്റാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒറിജിനൽ RSൻ്റെ സാധനങ്ങളൊന്നും ഇപ്പോൾ അധികം കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂഫ് ടോപ്പ് നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ഇത്രയും വർക്കാണ് നമുക്ക് ഇൻറ്റീരിയറിൽ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിഷാദ് ഖാൻ്റെ വണ്ടിയാണ്, ഫസ്റ്റ് വന്ന വണ്ടിയാണ്. അതിൽ സൺറൂഫ് കാര്യങ്ങൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് അതിൻ്റെ മഫ്ലർ, അതുപോലെ ബാക്ക് ലൈറ്റ് കാര്യങ്ങൾ, റിയറിലെ ക്യാമറ നമ്മൾ നമ്പർ പ്ലേറ്റിൽ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കസ്റ്റമറുടെ റിക്വസ്റ്റാണ് നമ്മുടെ ചാനലിൻ്റെ ഐഡി കാര്യം ഇതിനകത്ത് വേണമെന്നുള്ളത്, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിയർ വൈപ്പറാമും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഔട്ടറിലും ഇൻറ്റീരിയറിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ ഇതിനകത്ത് കസ്റ്റമർ ചിലവാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസായിട്ട് വന്ന വണ്ടിയാണ്, ഈ ലെവലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ഇതിനകത്ത് സെറ്റാക്കണം. പിന്നെ നമുക്ക് ഈ ഗിയറിന് മുമ്പ് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതും മാറ്റി മറിച്ച് യൂസ് ചെയ്യാനും കഴിയും. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് ഗിയർ ലിവർ മുട്ടുമെന്ന്. ഒരിക്കലും മുട്ടില്ല. ന്യൂട്രൽ പൊസിഷനിലായിരിക്കുന്ന ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഗിയർ ഇട്ടാലും ഏകദേശം ഈ റേഞ്ചിലേ വരുള്ളൂ. ഇത്രയും നമുക്ക് ഗ്യാപ്പ് ഇതിനകത്ത് കിട്ടും. അതുപോലെ നമ്മൾ ബെൻഡ് ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല. ജെന്യൂനിറ്റിക്ക് യാതൊരുവിധ പ്രശ്നവും ഇതിനകത്ത് വരില്ല. നമുക്ക് ഗിയറിങ്ങൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നുള്ളത് ചോദിച്ചിട്ട്. ടൊയോട്ടയുടെ എംബ്ലം കസ്റ്റമർ തന്നെ സപ്ലൈ ചെയ്തതാണ്. ടൊയോട്ടയുടെ എംബ്ലം അവർ തന്നെ ഗൾഫിൽ നിന്ന് ആരോ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തതാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടാനില്ല, അതിൻ്റെ എംബ്ലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കസ്റ്റമറുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. എന്താ വെച്ചാൽ നമ്മൾ ഇത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, ഏകദേശം നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് ചിലവാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നത് തന്നെ നമുക്ക് ഫ്രെയിം ആയിട്ടാണ് വന്നത്. അതായത് സീറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് നമ്മളെ റിസ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞതിനേക്കാളും കുറച്ച് കൂടുതൽ മാസം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഏകദേശം ഒരു 3 മാസമാണ് പറഞ്ഞത്. പക്ഷേ വണ്ടി ഡെലിവറി ആകുമ്പോൾ ഏകദേശം ഒരു 6.5 മാസം 7 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കസ്റ്റമർ നമുക്ക് ചോദിച്ചു നോക്കാം. വണ്ടി അവർ 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ എത്രത്തോളം വർക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് കസ്റ്റമറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയുണ്ടായിരുന്നു വർക്ക്? നിങ്ങൾ ഉദ്ദേശമാര് വന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞത് കസ്റ്റമർ പറഞ്ഞു തരാൻ പാത്തൂടെ നമ്മുടെ വണ്ടിയുടെ അതേ കണ്ടീഷനിലേക്കാണ് പറഞ്ഞത്. ആ ഒരു ലെവലിലേക്ക് തന്നെ വന്നിട്ടില്ലേ എല്ലാ കാര്യങ്ങളും? ഒന്നും മൈനസ് ആയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പറയാം. എന്താ വെച്ചാൽ നിങ്ങളുടെ വോയിസിനനുസരിച്ചാണ് വേറൊരു കസ്റ്റമർ വരുന്നത്. നിങ്ങളെയാണ് ട്രസ്റ്റ് ചെയ്തിട്ടാണ് വേറൊരു കസ്റ്റമർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. എന്തെങ്കിലും കംപ്ലൈന്റോ കുഴപ്പമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ എന്നല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ എല്ലാവർക്കും ബൈ.